കുമാർ സാറാണ്. നമ്മളിന്ന് NDAക്കാർക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ്. നമ്മുടെ ഈ വർഷത്തെ മീൻസ് 2024 സെക്കൻഡ് NDA എൻട്രൻസ് എക്സാമാണ് നടക്കാൻ പോകുന്നത്. എനിക്കൊന്ന് കുറേ കുട്ടികളൊക്കെ എഴുതാൻ പോകുന്നുണ്ട്. പക്ഷേ പലരും ഒരു 80% കുട്ടികളും അങ്ങനെയൊന്നും ഒരു കഷ്ടപ്പാടോ പഠിച്ചോ ഒരു പ്രിപ്പറേഷൻ്റെ ബേസിലല്ല പോകുന്നത്. ചുമ്മാതെ പോയി എഴുതുന്നതേ ഉള്ളൂ. വീട്ടുകാർക്കും അറിയത്തില്ല ഇത് എഴുതുന്നുണ്ടെന്നൊന്നും. കുട്ടികൾ അത്രയ്ക്ക് സില്ലിയായിട്ട് സിമ്പിളായിട്ട് അല്ലെങ്കിൽ സീരിയസ് ഇല്ലാതെ ഒരു എക്സാമായി ഇത് എഴുതാൻ പോകുന്നത്. കിട്ടിയെങ്കിൽ കിട്ടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ കിട്ടിയാലുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ച് ആരും ശ്രദ്ധിക്കുന്നില്ല. നമ്മളെന്തായാലും അടുത്തൊരു കോഴ്സിന് പോയി ജോലി കിട്ടാൻ വേണ്ടിയാണല്ലോ. ഇതിൽ കൂടി ആകുമ്പോൾ ഏറ്റവും നല്ല ജോലിയായിരിക്കും കിട്ടുന്നത്, ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ളതൊക്കെ. പക്ഷേ അതിനൊന്നും ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. എന്നാലും മാക്സിമം നിങ്ങൾ പറ്റുന്ന പോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യനൊക്കെ എൻ്റെ ഇതാണ്, നോക്കിക്കോണേ. അതിൽ ഞാൻ 2 ചോദ്യമായിരുന്നു എടുത്തേക്കുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് 0 1/x ഇൻറ്റു log ഓഫ് 1 + ax ഡിവൈഡഡ് ബൈ 1 - bx. ആൻസറൊക്കെ അവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളത് ലിമിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ലിമിറ്റ് എന്ന് പറയുന്നത്. ലിമിറ്റ് പക്ഷേ കുട്ടികൾക്ക് അത്ര ഇഷ്ടമല്ല, പല രീതിക്കുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ ലോഗ് ഉള്ളപ്പോൾ എന്തായാലും ലോഗിൻ്റെയും കൂടെ പ്രോപ്പർട്ടി ഉപയോഗിക്കേണ്ടി വരും. എന്താണ് ലോഗിൻ്റെ പ്രോപ്പർട്ടി നോക്കിക്കണം. നമുക്കറിയാം, പിന്നെ ഹോസ്പിറ്റൽ റൂളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അത് ഇപ്പോഴേ അല്ല, ഒന്ന് ചെയ്ത ശേഷം കാണിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് 0. ഈ log 1 + ax ബൈ 1 - bx എന്ന് പറയുന്നത് log ഓഫ് a/b ആണ്. log ഓഫ് a/b, log ഓഫ് ഫ്രാക്ഷൻ. log ഓഫ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ log ഓഫ് ന്യൂമറേറ്റർ മൈനസ് log ഓഫ് ഡിനോമിനേറ്റർ എന്നാണ് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, log ഓഫ് 1 + ax മൈനസ് log ഓഫ് 1 - bx. ഇവിടെ ആരുണ്ട് മോനെ? 1 തന്നെയാണ്, 1/x ഉണ്ട്. ഈ x അകത്തോട്ടും കൊടുക്കാം എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും ഡിനോമിനേറ്ററിലെത്തി എന്നർത്ഥം. ഓക്കെ ആണല്ലോ. അതുകൊണ്ട് ഞാൻ ആദ്യമേ 1/x എഴുതാഞ്ഞത് കേട്ടോ. 1/x എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇയാളുടെ താഴെ x വരുമെന്നോ. അപ്പോൾ ഇയാളെ നമ്മൾ 2 ആക്കിയപ്പോൾ 2 താഴെ എത്തി. ഓക്കെ, ഇതാണ് നമ്മുടെ പുതിയ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായി. ഇവിടെ വെച്ച് നിങ്ങൾ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഡെറിവേറ്റീവ് എടുത്ത് പോവാം. എന്ന് പറഞ്ഞാൽ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. ലോസ്പിറ്റൽ റൂൾ log ഓഫ് 1 + ax ബൈ എക്സ്, രണ്ടിൻ്റെയും ഡെറിവേറ്റീവ് സെപ്പറേറ്റ്ലി എടുക്കണം. log 1 + ax ഡെറിവേറ്റീവ് 1/1 + ax ഇൻറ്റു എ ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ഓക്കെ, മൈനസ് log ഓഫ് 1 - bx ബൈ എക്സിൻ്റെ വരുമ്പോൾ log ഓഫ് 1 - bxൻ്റെ വരുമ്പോൾ നോക്കിക്കേ 1/1 - bx ഇൻറ്റു -b ബൈ എക്സിൻ്റെ എത്രയാണ്? 1. ഇതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി എക്സ് കാണുന്നിടത്തെല്ലാം 0 എന്ന് കൊടുക്കാം. ഒരു സ്റ്റെപ്പ് കൂടെ ഞാനൊന്ന് എഴുതിയ ശേഷം ആയിക്കോട്ടെ. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് 0 a/1 + ax എന്ന് വന്നു കേട്ടോ. a/1 + ax, ഈ 2 മൈനസോടെ പ്ലസ് ആയിക്കൊണ്ട് b/1 - bx. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എക്സിൻ്റെ പ്ലേസിൽ 0 എന്ന് കൊടുക്കണം. എന്നിട്ട് ഈ എക്സിൻ്റെ പ്ലേസിൽ 0, ഇവിടെയും ഈ എക്സിൻ്റെ പ്ലേസിൽ ആരാണ്? 0 കൊടുക്കുമ്പോൾ നോക്കിക്കേ, a/1 + 0 1 + b/1 - 0 കേട്ടോ. 1 - 0 അതും 1 ആയി. ദാറ്റ് ഈസ് a/1 + b/1. ആൻസർ ഈസ് ആരാണ്? a + b. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. കുഴപ്പമില്ലല്ലോ. ഇത്തിരി ചെയ്യാനൊക്കെ കണ്ടപ്പോൾ ഈസിയായി അല്ലേ? ഇത്തിരി ബുദ്ധിമുട്ടിയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇങ്ങനത്തെ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇനിയും ആഗ്രഹം ഒന്നുകൂടെ എഴുതണമെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം എഴുതണം. മീൻസ് 2025 ഏപ്രിൽ ഇതൊക്കെ വേണമെങ്കിൽ ഒന്ന് കഷ്ടപ്പെട്ട് എഴുതാം. നമ്മുടെ ക്ലാസ്സൊക്കെ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേതാണ്. ഇതൊന്നും ഒത്തിരി കൂടുതൽ പഠിച്ചിട്ടേ ഇല്ല കുട്ടികൾ. ഇതൊന്നും നമ്മൾ കൂടുതലും പഠിക്കുന്നത് ഡിഫറൻസിയേഷൻ, മെട്രിക്സ്, ഡിറ്റർമിനൻസ്, ട്രിഗണോമെട്രി ഒക്കെ കുറച്ച് ഇങ്ങനെയുള്ളൊക്കെ ചാപ്റ്ററുകളാണ്. പക്ഷേ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും പല നമ്മൾ പഠിച്ചിട്ടുള്ള രീതിയിൽ കൂടെ ഒന്നും ആകണമെന്നില്ല. അതാണ് രസം. ഓക്കെ, സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx ax + 3 ഡിവൈഡ് ബൈ 2y + f റെപ്രസെൻറ്റ്സ് എ സർക്കിൾ ദെൻ a = ഡാഷ്. ഇതിൻ്റെ സൊല്യൂഷൻ, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഒരു സർക്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എയുടെ വാല്യൂ എത്ര ആയിരിക്കണം? അതാണ് നമ്മുടെ ക്വസ്റ്റ്യനെ മനസ്സിലാക്കാൻ തന്നെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് പറഞ്ഞു തരുമ്പോഴത്തേക്ക് ക്ലിയർ ആവും. എന്നാലും നിങ്ങൾ തന്നെ വായിച്ച് പല ക്വസ്റ്റ്യൻസുകളിൽ നിന്നും ആ പ്രാക്ടീസ് കിട്ടണം. ഇതിൻ്റെ സൊല്യൂഷൻ ഒരു സർക്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എയുടെ വാല്യൂ എത്ര ആയിരിക്കണം? അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യാൻ നോക്കിക്കോണേ. dy/dx = ax + 3 ഡിവൈഡഡ് ബൈ 2y + f. നമുക്കറിയാം ഇതിനെ വേരിയബിൾ സെപ്പറബിൾ ആക്കാൻ എളുപ്പമാണ്. ഈ 2y + f ഇവിടോട്ട് കൊണ്ടുവരിക. ഓക്കെ, ഈ dx ഇങ്ങോട്ടും കൊണ്ടുപോയി കഴിഞ്ഞാൽ
2y പ്ലസ് എഫ് ഇൻറ്റു ഡി വൈ ഈസ് ഈക്വൽ ടു ഇത് അപ്പുറത്തെത്തുമ്പോൾ എ എക്സ് പ്ലസ് 3 ഇൻറ്റു എത്രയായി ഡി എക്സ്. ഇതിപ്പോൾ വേരിയബിൾ സെപ്പറബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പുറം ഇപ്പുറം തന്നെ ഞാൻ ഇൻ്റഗ്രൽ സൈൻ കൊടുത്തേ. ദിസ് ഈസ് വേരിയബിൾ സെപ്പറബിൾ ഇൻ്റഗ്രേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യാറുണ്ട്. 2yയുടെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു വൈ സ്ക്വയർ ബൈ 2, എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2, ഇപ്പോൾ വൈയുടെ ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ബൈ 2. ഇഫ് ഈസ് എ കോൺസ്റ്റൻറ്റ് ദാറ്റ് ഈസ് എഫ് വൈ വിത്ത് റെസ്പെക്ട് ടു വൈ ആണല്ലോ ഡി വൈ. ഓക്കെ, ഈ സീക്കര് എ എക്സ് പ്ലസ് 3യുടെ വരുമ്പോൾ എ ഇൻറ്റു എക്സിൻ്റെ എത്ര മോനെ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 3യുടെ എത്രയാണ് 3x പ്ലസ് കോൺസ്റ്റൻറ്റ് ആരായി സി. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നോക്കിക്കോ. 2yയുടെ വരുമ്പോൾ 2 ഇൻറ്റു വൈയുടെ വൈ സ്ക്വയർ ബൈ 2, എഫിൻ്റെ എഫ് വൈ, എ എക്സിൻ്റെ എ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2, 3 ഇൻറ്റു എക്സ്, 3യുടെ 3x പ്ലസ് സി. ലെഫ്റ്റ് സൈഡിൽ y കൊണ്ടും റൈറ്റ് സൈഡിൽ എക്സും കൊണ്ടും നമ്മൾ ചെയ്തത്. ഇനി എല്ലാത്തിനും ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ നോക്കിക്കാൻ വേണ്ടി 2 ക്യാൻസലായി, ഇവിടെ ക്യാൻസൽ ആവുന്നൊന്നുമില്ല. അപ്പോൾ എല്ലാത്തിനും ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ ഞാൻ എക്സ് സ്ക്വയറിൻ്റെ ടൈം ആദ്യം കൊണ്ടുവരികയാണ്. മൈനസ് എ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് വൈ സ്ക്വയർ, പിന്നെ മൈനസ് 3x, പിന്നെ എഫ് വൈ മൈനസ് സി ഈക്വൽ 0. നമ്മളൊരു സർക്കിളിൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, എ എക്സ് സ്ക്വയർ പ്ലസ് അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് സി ഈക്വൽ 0. ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്. എക്സ് സ്ക്വയർ വേണം, വൈ സ്ക്വയർ വേണം, എക്സ് വേണം, വൈ വേണം. ഇങ്ങനെയാണ് സർക്കിളിൻ്റെ ഇക്വേഷൻ. 5 ടേംസാണ്. ഇതൊരു സർക്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യണം ഉണ്ടോ. സർക്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എയുടെ വാല്യൂ എത്ര ആയിരിക്കണം? നമുക്കൊരു ഇക്വേഷൻ കണ്ടാൽ സർക്കിളിൻ്റെ ഇക്വേഷൻ ആകണമെന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് മാതിരി തുടങ്ങിയാൽ ഓക്കെയാണ്. ഇല്ലെങ്കിൽ 2x സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ എന്ന് തുടങ്ങിയാലും കുഴപ്പമില്ല. എൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഈ എക്സ് സ്ക്വയറിൻ്റെയും വൈ സ്ക്വയറിൻ്റെയും കോഎഫിഷ്യൻസുകൾ സെയിം ആകണം, പോസിറ്റീവ് ആയിരിക്കുകയും വേണം. ഓക്കെ, ഇവിടെ നോക്കിക്കേ, വെറും എക്സ് സ്ക്വയർ ആണെങ്കിൽ വെറും വൈ സ്ക്വയർ, 2x സ്ക്വയർ ഉണ്ടെങ്കിൽ 2y സ്ക്വയർ ആണ്. എന്നാൽ വൈ സ്ക്വയറിൻ്റെയും എക്സ് സ്ക്വയറിൻ്റെയും കോഎഫിഷ്യൻസുകൾ സെയിം ആകണം. ഇവിടെ ഇപ്പോൾ വെറും വൈ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോഎഫിഷ്യൻ്റ് ആരാ മോനെ 1 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റും ഇത് ആരായേ പറ്റൂ, 1 ആയെങ്കിൽ സർക്കിൾ ആവുള്ളൂ. അപ്പോൾ ഈ -a/2 എന്നുള്ള ആ പ്ലേസ് 1 ആവണം. കാരണം വൈ സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആയി കഴിഞ്ഞു. അപ്പോൾ ഈ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റും 1 ആകണമെങ്കിൽ -a/2 ഈസ് ഈക്വൽ ടു നമുക്ക് ആരും ഇക്വേറ്റ് ചെയ്യണം 1. ഈ -a/2ൻ്റെ പ്ലേസിൽ 1 തന്നെ വരണം, എന്നെങ്കിലും രണ്ടിൻ്റെയും കോഎഫിഷ്യൻസുകൾ സെയിം ആവുള്ളൂ. അപ്പോൾ -a/2ൻ്റെ പ്ലേസ് 1 ആകുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -a = 2 × 1 2 ഓർ a ഈസ് ഈക്വൽ ടു -2. ഓക്കെ, അപ്പോൾ നല്ല ക്വസ്റ്റ്യനാണ്. ഇതൊക്കെയാണ് പ്രോബ്ലംസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളത് നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല. അതൊക്കെ രസം. നമ്മൾ സാധാരണ എന്തൊക്കെ സോൾവ് ചെയ്ത് ഇത്തിരി ചെയ്താൽ ഉടനെ മാർക്ക് കിട്ടി തോന്നും. അങ്ങനെയൊന്നും ഒരു എൻട്രൻസിൻ്റെ ക്വസ്റ്റിനെ നമ്മൾ കരുതരുത്. നമ്മൾ കാണാത്ത ഒത്തിരി അനേകായിരം ക്വസ്റ്റ്യൻസുകളുണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചെടുക്കുമ്പോഴാണ് എൻട്രൻസിന് അത് നമുക്ക് ക്വാളിഫൈ ചെയ്യുന്നതും ടോപ്പ് മാർക്കിലെത്തുന്നതും. അല്ല ഒരു ചുളിവിൽ ഇത് കിട്ടുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ എല്ലാവരും മാക്സിമം ഇത് പ്രയോജനമാണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് ക്ലാസ് തരും. ഓക്കെ, നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്താൽ മതി. മാക്സിമം പഠിക്കുക. പിന്നെ അടുത്ത വർഷത്തേക്ക് റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഗുഡ് ബൈ.